മഞ്ഞുള്ളൊരു ഫീല് വരൂലേ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. ഇന്ന് ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇറ്റലിയിലെ ഞങ്ങളുടെ ക്രിസ്തുമസ് ആഘോഷം എങ്ങനെയാണെന്ന് കാണാം. ഇത് പക്ഷേ ക്രിസ്തുമസിന് അന്നെടുത്ത വീഡിയോ അല്ല കേട്ടോ. ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങൾ വൈനടിയിലും കേക്ക് ഉണ്ടാക്കലൊക്കെ ഒരാഴ്ച മുമ്പേ തുടങ്ങുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതാണ്. സാധാരണ റമ്മിലാണ് സോക്ക് ചെയ്യാറ്. ഇവിടെ പക്ഷേ ഞാൻ ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് എടുത്തു. പിന്നെ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇങ്ങനെ മിക്സായിട്ട് ഒരു പാക്കറ്റ് കിട്ടും. അപ്പോൾ ഞാൻ ആ പാക്കറ്റാണ് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിക്കും. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് സോക്ക് ചെയ്ത അന്ന് ചെറിയും ഈന്തപ്പഴവും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസമാണ് ചെറിയും ഈന്തപ്പഴവും ചേർത്തത്. ഇത് ഞാൻ തലേ ദിവസമാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. അതായത് കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന തലേ ദിവസം ഞാൻ ഓറഞ്ച് ജ്യൂസിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. പിറ്റേ ദിവസം അതിനെ നന്നായിട്ട് സോക്ക് ചെയ്ത് വന്നു. ഞാൻ ചെറിയും ചേർത്തു. അപ്പോൾ ഇതിന് മുമ്പ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, വൈൻ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 21 ദിവസം കഴിഞ്ഞ ശേഷം അത് ഞാൻ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അതായത് ആ മേളിലെ മട്ടൊക്കെ മാറ്റി നമ്മളിനി വൈനൊന്ന് അരിച്ചെടുക്കും. നല്ല തെളിനീര് പോലെയാണല്ലോ വൈൻ ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതൊക്കെ അഴുകി ചേർന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ വൈനിന് കളറ് തീരെ കുറവാണ്. അതിന് കാരണം ഞാനെടുത്ത മുന്തിരിയുടെ നിറം ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഒരു പീച്ച് കളറിലാണ് എനിക്ക് വൈൻ കിട്ടിയത്. പക്ഷേ രുചിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ശരിക്കും ഇവിടെ കിട്ടുന്ന പോലത്തെ തന്നെ ആ ഒരു ചെറിയൊരു ചവർപ്പും ആ ഒരു കിക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു വൈനിന്. അപ്പോൾ 21 ദിവസത്തിന് ശേഷമാണ്, ഞാൻ കറക്റ്റ് 21 ദിവസമല്ല കേട്ടോ, 25 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. ആദ്യം തെളിനീര് മാത്രമായിട്ടുള്ള ഞാൻ വേറൊരു പാത്രത്തിലിട്ട് മാറ്റി. പിന്നെ കുറച്ചുകൂടെ ഒരു ഊടലുണ്ടാവും അത് ഞാൻ വേറൊരു ബൗളിലേക്കാണ് മാറ്റിയത്. ഞാനിവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അരിപ്പയാണ് എടുത്തത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ തുണി, നല്ല കോട്ടൺ വെള്ള തുണി ഉണ്ടെങ്കിൽ അതിൽ അരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്കിത് രണ്ടും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റീലിൻ്റെ അരിപ്പ യൂസ് ചെയ്തത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ ഒരു സാമ്പിൾ വൈനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. കളറ് ഈ കളറിലുള്ള വൈൻ നിങ്ങൾ അധികം കാണാൻ ചാൻസ് ഇല്ല. അത് ആ മുന്തിരിയുടെ നിറം കൊണ്ടാണ് ആ കളറ് വന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ആ പാത്രത്തിലേക്ക് ഞാൻ അരിച്ചൊഴിച്ചെടുത്ത് വെച്ചു. കാരണം ആ പാത്രത്തിലുള്ളതിൽ കുറച്ചുകൂടെ ഊറലുണ്ട്. അതിങ്ങനെ അടിഞ്ഞടിഞ്ഞ് വന്നിട്ട് നമ്മൾ വീണ്ടും അരിച്ചെടുത്താണ് വൈൻ നമ്മൾ ബോട്ടിലേക്ക് മാറ്റുന്നത്. അപ്പോൾ വൈനിൻ്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. വൈൻ കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുമസിന് ഒഴിച്ചുകൂടാത്ത ഒന്നാണ് കേക്ക്. അപ്പോൾ ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കുകയാണ്. ആദ്യം തന്നെ പഞ്ചസാര എടുത്ത് കാരമലൈസ് ചെയ്യുകയാണ്. സാധാരണ ഞാനിവിടെ വീട്ടിൽ നമ്മൾ ചായക്കോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഞാൻ ഉപയോഗിക്കാറ് കെയിൻ ഷുഗറാണ്. പക്ഷേ കേക്കൊക്കെ ഉണ്ടാക്കാൻ കെയിൻ ഷുഗർ അല്ലാട്ടെ, ഇതുപോലത്തെ വെള്ള പഞ്ചസാര തന്നെയാണ് എപ്പോഴും നല്ലത്. മറ്റേ കെയിൻ ഷുഗർ ആകുമ്പോൾ ചെറിയൊരു ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പഞ്ചസാര കരിച്ചെടുക്കുകയാണ്. 250 ml ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാനിങ്ങനെ കരിച്ചെടുക്കുന്നത്. 1.5 കപ്പ് മൈദയ്ക്ക് ഈ 1 കപ്പ് പഞ്ചസാര കറക്റ്റ് അളവാണ്. ഇനി മധുരത്തിൻ്റെ അളവ് കൂട്ടണം എന്നുള്ളവർക്ക് അത് അളവിന് വേണമെങ്കിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് കാരമലൈസ് ചെയ്ത് വന്നു തുടങ്ങി. ചെറിയ ചെറിയ കട്ടകളുണ്ടാവും, അത് കാര്യമാക്കേണ്ട. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആ കട്ട കൂടി നന്നായിട്ട് ഉരുകിയിട്ട് കാരമലൈസ് ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് ഈ പഞ്ചസാര കരിച്ചതിലേക്ക് ഞാൻ 1 കപ്പ് ചൂടുവെള്ളം, തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. തണുത്ത വെള്ളം ഒഴിക്കരുത്. തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കട്ടയായി പോകും. ചൂടുവെള്ളം ഒഴിക്കുമ്പോഴും ചെറിയ ചെറിയ ഇങ്ങനെ ക്രിസ്റ്റൽ പോലെ കട്ട കണക്ക് വരും. അത് കാര്യമാക്കേണ്ട. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അത് വീണ്ടും അത് ഉരുകി നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്ത് വന്നോളും. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് 1/2 കപ്പ് പാകത്തിലേക്ക് കുറുകി വരണം. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്ന പ്ലം കേക്കാണ്. ചേച്ചി ഓൾറെഡി ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഫ്രൂട്ട് കേക്കാണ് ഉണ്ടാക്കാൻ ഇഷ്ടമെങ്കിൽ ആ വീഡിയോ പോയി കാണണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് വേണ്ടത് മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമ്മൾ രണ്ട് ബൗളിലാക്കും. എന്നിട്ട് ഇത് രണ്ടും ബീറ്റർ വെച്ച് നമ്മളൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതായത് ഇതിപ്പോൾ ഞാൻ മുട്ടയുടെ വെള്ളയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല സോപ്പ് പത പോലെ വരും. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. പിന്നെ ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏത് ബൗളിലിട്ടാണോ ബീറ്റ് ചെയ്യുന്നത് ആ ബൗളിൽ ഒരു കാരണവശാലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. നന്നായിട്ട് ഉണങ്ങിയ ഒരു ബൗളിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ആദ്യം ബീറ്ററിൻ്റെ സ്പീഡ് ലോ സ്പീഡിലിട്ടിട്ട് പിന്നീട് ഹൈ ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ വൈറ്റ് ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചു. ഇത് മുട്ടയുടെ മഞ്ഞയാണ്. അപ്പോൾ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തു. അതിലേക്ക് ഞാൻ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത് കേട്ടോ. കാരമലൈസ് ചെയ്തത് വേറെ, ഇത് നമ്മളത് കൂടാതെ പഞ്ചസാര ചേർക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പഞ്ചസാര പൊടിച്ചപ്പോൾ ഒരു 2 ഗ്രാമ്പും കൂടെ ചേർത്തിട്ടാണ് പഞ്ചസാര പൊടിച്ചത്. പിന്നീട് അതിലേക്ക് ഞാൻ വാനില എസൻസ് ചേർത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടെ ചേർക്കണം. അത് ഞാൻ കണ്ടോ 1/2 കപ്പാണ് ചേർക്കുന്നത്. ഇനി ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ബീറ്റർ ഇല്ല എങ്കിൽ വിസ്ക് ഉപയോഗിച്ച് ചെയ്താലും മതി. പക്ഷേ സമയം കുറച്ചുകൂടി കൂടുതൽ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറിനൊന്നും ഒരു വ്യത്യാസവും വരില്ല കേട്ടോ. പക്ഷെ കൈകൊണ്ട് ചെയ്യുമ്പോൾ നല്ല അധ്വാനമാണ്. കൈക്ക് നല്ല വേദന എടുക്കും, നല്ലവണ്ണം സമയവും എടുക്കും. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഞ്ഞയും കാരമലൈസ് ചെയ്ത എല്ലാത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 1.5 കപ്പ് മൈദയാണ്. മൈദ അല്ലെങ്കിൽ ഹോൾ പർപ്പസ് ഫ്ലോർ ചേർത്താൽ മതി. അതൊന്ന് അരിച്ച് ചേർക്കണം, കാരണം അതിൻ്റെ അകത്ത് ചിലപ്പോൾ കട്ടയുണ്ടാവും. അപ്പോൾ അതൊന്ന് അരിച്ച് ചേർക്കുക. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഏലക്ക പൊടിച്ചതാണ്, ഫ്രഷായിട്ട് പൊടിച്ച ഏലക്കയാണ്. ആ ഏലക്കയും പിന്നെ നമ്മുടെ കറുവപ്പട്ട പൊടിച്ചതും പിന്നെ ജാതിക്കായ പൊടിച്ചതും കൂടെ ചേർക്കുകയാണ്. ഈ ജാതിക്കായൊക്കെ ഫ്രഷായിട്ടുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ അങ്ങനെ ഫ്രഷായിട്ടുള്ള ജാതിക്കായ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പൊടിയായിട്ടുള്ളത് വാങ്ങിച്ചത് ചേർത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിപ്പയിൽ അരിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കട്ടിയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. ഇതിലേക്ക് ചേർക്കുന്ന ഇതുപോലത്തെ മസാലകൾ, ഈ ഏലക്കായ, കറുവപ്പട്ട, അതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഏറ്റക്കുറച്ചിൽ വരുത്താം കേട്ടോ. പിന്നീട് ഞാൻ ചേർക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലിയും നാരങ്ങയുടെ തൊലിയും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. കൂടാതെ ഒരു 100 ഗ്രാം ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത്, ബീറ്ററും കൊണ്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്യുന്നത്. കാരണം കുറച്ചുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ എളുപ്പം ബീറ്ററും കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് ഒന്നോടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഈ ബീറ്റർ ഉപയോഗിച്ചിട്ടുള്ളത് കാണിക്കാൻ കാരണം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവരും അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കാത്തവരുമായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതാണ് സമയം കൊണ്ട് ഏറ്റവും ലാഭം. ഇനി അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓറഞ്ച് ജ്യൂസിൽ. അപ്പോൾ ആ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീറ്റർ ഉപയോഗിക്കാൻ പാടില്ല. അത് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം അതെല്ലാം കലങ്ങിപ്പോവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ടൂട്ടി ഫ്രൂട്ടിയും അണ്ടിപ്പരിപ്പും മാത്രം ഞാൻ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അത്യാവശ്യം നല്ല റിച്ചാണ് ഈ പ്ലം കേക്ക്, കാരണം നമ്മൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, ടൂട്ടി ഫ്രൂട്ടിൻ്റെ എല്ലാം ഉണ്ട്. ഇനി അവസാനമാണ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയുടെ വെള്ള ചേർക്കുന്നത്. കണ്ടോ, നല്ല സോപ്പ് പത പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ പാകം. അതുകൊണ്ട് ചേർക്കുമ്പോഴാണ് നമ്മുടെ ബാറ്റർ കുറച്ചുകൂടെ ലൂസായി കിട്ടത്തുള്ളൂ. കേക്കിൻ്റെ ടെക്സ്ചറിലും ആ രുചിയിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്ന അതിൻ്റെ ആ ഒരു മിക്സിങ്ങും പിന്നെ ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ്. അത് രണ്ടും കറക്റ്റായി തന്നെ കേക്ക് പകുതി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് റെഡിയായി. ഇനി ഞാൻ ആ മോൾഡിലേക്ക് ബാറ്റർ ഒഴിക്കുകയാണ്. പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്, ബട്ടറൊക്കെ തൂത്താണ് വെച്ചിരിക്കുന്നത്. ഇനി ഈ ബാറ്റർ ചേർത്ത് കഴിഞ്ഞ് നമ്മൾ കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാത്തത്. ആ ട്രെയിൽ മുഴുവൻ നിറയാൻ പാകത്തിന് ഒരു കാരണവശാലും ബാറ്റർ ഒഴിക്കരുത്. അപ്പോൾ നമ്മളിങ്ങനെ കേക്ക് റെഡി ആയി കഴിയുമ്പോൾ അത് പൊങ്ങി വരുമ്പോൾ നമ്മുടെ ട്രേക്ക് പുറത്തേക്ക് പോകും, അതും ഇങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രേയുടെ ഒരു പകുതിയോളം മാത്രമേ നമ്മൾ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ഞാനൊന്ന് കേക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ. അപ്പോൾ നമ്മൾ ട്രെയിൽ ബാറ്ററൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഇനി ഒന്ന് തട്ടി കൊടുത്ത് ആ എയർ ബബിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് തട്ടി കൊടുക്കുകയാണ് ചെയ്തോളാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓവനിലേക്ക് വെക്കുകയാണിത്. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇനി
45 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് സ്ക്യൂർ വെച്ച് കുത്തി നോക്കുക. അതിൻ്റെ നടുഭാഗത്ത് കുത്തി നോക്കണം കേട്ടോ, എങ്കിൽ അതിൻ്റെ വെന്തോന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്ക്യൂർ വെച്ച് ഇങ്ങനെ കുത്തി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്നും പറ്റി പിടിക്കുന്നില്ല എങ്കിൽ കേക്ക് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് 45 മിനിറ്റാണ് എടുത്തത്. ചിലപ്പോൾ ഓവൻ്റെ ഇതിനൊക്കെ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പോൾ അത് നിങ്ങൾ നോക്കണം കേട്ടോ. ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ ടെമ്പറേച്ചർ വെച്ചത്. അപ്പോൾ അതാ അടിപൊളി പ്ലം കേക്ക്, ഹോം മെയ്ഡ് പ്ലം കേക്ക് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്കിൻ്റെ മുകളിൽ വൈനോ അല്ലെങ്കിൽ റമ്മ എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഗ്ലേസിങ്ങും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കേക്ക് മുറിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളൊക്കെ എത്രത്തോളം വെന്തിട്ടുണ്ട്, അതിൻ്റെ ടെക്സ്ചർ എന്താണെന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഇങ്ങനെ അടിയിൽ വന്ന് അടിഞ്ഞു കിടക്കാതെ മിക്സായിട്ട് എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇതാ കണ്ടോ. അപ്പോൾ എളുപ്പത്തിലൊരു പ്ലം കേക്ക് റെഡി ആയില്ലേ. നമ്മൾ കടയിലൊന്നും പോയി വാങ്ങിക്കേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഈ പ്ലം കേക്ക് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് വൈൻ ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം എടുത്തതാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആ വൈൻ്റെ കളറിന് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഇരിക്കുന്തോറും ആ വൈൻ കുറച്ചുകൂടെ തെളിഞ്ഞു വരികയും ചെയ്യും. കളറും കുറച്ചുകൂടെ ഡാർക്കായി വന്നു. മറ്റൊരു ലൈറ്റ് പീച്ച് കളറല്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറി ഞാനിപ്പോൾ അതൊരു വൈൻ ബോട്ടിലേക്ക് മാറ്റി. അപ്പോൾ ക്രിസ്മസിനുള്ള വൈനും കേക്കും റെഡിയായി. പക്ഷേ വീട്ടിനകത്ത് മാത്രം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ആഘോഷമാവുമോ? അതും വത്തിക്കാനും റോമൊക്കെയുള്ള ഇറ്റലിയിലെത്തിയിട്ട്. അപ്പോൾ ഞങ്ങൾ രാത്രി ഇവിടെ ഡോമോയിൽ വന്നതാണ്. അപ്പോൾ ചാനലൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മൾ മിലാനിലാണ് താമസിക്കുന്നത്. അപ്പോൾ മിലാൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഡോമോ ദി മിലാൻ എന്ന് പറഞ്ഞ ഡോമോ പള്ളി. അവിടെയാണ് മിലാൻ്റെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള കൊക്കക്കോള സ്പോൺസർ ചെയ്ത ട്രീ ആണ് കേട്ടോ ഇതാ. ഈ ട്രീയിൽ ഇങ്ങനെ പല പല കളർ മാറി വരും. പക്ഷേ ഈ കളർ വരുമ്പോൾ മാത്രം ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റിങ് ആ മേളിലോട്ട് പോകുമ്പോൾ ആകാശത്തുനിന്ന് ലൈറ്റ് താഴോട്ട് വന്നൊരു ഫീലൊക്കെ ഉണ്ട്. ഇതാണ് ഡോമോ പള്ളി. ഇപ്പോൾ ഡോമോ പള്ളിയുടെ ഒരു ഹിസ്റ്ററിയൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ ഓൾറെഡി ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോമോയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണണം കേട്ടോ. ഇനി മിലാൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഡോമോ ദി മിലാൻ എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് അതിനോട് ചേർന്നുള്ള ഗലേറിയ. ഇത് ശരിക്കും ഒരു ഓപ്പൺ മാളാണ്. അപ്പോൾ ആ മാളിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഉള്ളത് ഇതാണ്. എല്ലാ കൊല്ലം ഇവിടെ ഇങ്ങനെ ഇതേപോലെ തന്നെ ലൈറ്റിങ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഈ ഗലേറിയയിലിരിക്കുന്ന ട്രീ സ്പോൺസർ ചെയ്തേക്കുന്ന സ്വറോസ്കിയാണ്. സ്വറോസ്കിയെക്കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ അവർ സ്പോൺസർ ചെയ്തിരിക്കുന്ന ട്രീ ആണ്. ഈ ട്രീയുടെ പ്രത്യേകത നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ അത്രയും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പ്രത്യേകത മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതിലുള്ള ഓരോ ഓർണമെൻറ്റ്സും ക്രിസ്റ്റലും കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതാ കണ്ടോ. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ വില വരുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ് ഇത്തവണ ഡോമോ ദി മിലാനിലെ ഗലേറിയയിൽ വെച്ചിരിക്കുന്നത്. സ്വറോസ്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ആദ്യം മനസ്സിലേക്ക് വരുന്ന ക്രിസ്റ്റൽസ് ആണ്. അതുകൊണ്ട് ക്രിസ്റ്റലും കൊണ്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് എല്ലാം. ഇതിൻ്റെ ഭംഗി എത്രത്തോളമാണെന്ന് അത് നേരിട്ട് കണ്ടാൽ മാത്രമാണ് കേട്ടോ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ഒരിക്കലും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ ക്യാമറയിൽ അതിൻ്റെ മുഴുവൻ ഭംഗി പകർത്താൻ സാധിച്ചു എന്നും എനിക്ക് തോന്നുന്നില്ല. മിലാൻ കത്തീഡ്രലിന് ചുറ്റുമുള്ള എല്ലാ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലും കടകളിലും എല്ലാം തന്നെ ക്രിസ്മസ് ആയാൽ അറിയാലോ, എല്ലായിടത്തും തന്നെ ക്രിസ്മസ് തീമിലാണ് എല്ലാം അലങ്കരിക്കുന്നത്. നിറച്ച് ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാണ് കേട്ടോ. ശരിക്കൊരു വിഷ്വൽ ട്രീറ്റാണ് ശരിക്കും മിലാനിൽ ഡോമോ പള്ളിയുടെ അടുത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തവണ അവർ ഇവിടെയുള്ള ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഗ്ലാസ്സിന് പുറകിലായിട്ടൊരു ക്രിസ്തുമസ് ജേർണി അങ്ങനെയാണ് അവരവിടെ കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഈ മഞ്ഞുമലകളിലൊക്കെ അറിയാലോ, ഇതുപോലെ സ്കീയിങ് ചെയ്യാനും സാന്റ വരുന്നു, മറ്റേ ക്രിസ്മസ് ട്രീകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങനെ ശരിക്കും ഒരു ആഘോഷത്തിൻ്റെ സമയമാണ് ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തീമിൽ ഒരുപാട് ഇങ്ങനെ മിനിയേച്ചറുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മിലാനിലൊക്കെ താമസിക്കുന്നവരുണ്ടെങ്കിൽ, മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും ഇത് കാണാതെ പോകരുത്. ശരിക്കും ഇതൊക്കെ ഇങ്ങനെ ഈ ക്രിസ്മസ് സമയങ്ങളിൽ മാത്രമല്ല ഇങ്ങനെയൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ശരിക്കും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ്. ശരിക്കും കളർഫുള്ളാണ്. ഓരോ ചില്ലുകൂട്ടിനുള്ളിലുള്ള
മിനിയേച്ചറുകളും ഓരോ തരത്തിലുള്ളതാണ്. കാര്യം ക്രിസ്തുമസാണ്, ആ തീമിലുള്ളതാണെങ്കിലും ഓരോന്ന് കാണാനും പ്രത്യേകം ഭംഗിയാണ്. ഇതുപോലത്തുള്ള കുട്ടി കുട്ടി ട്രെയിൻ ഇങ്ങനെ പോകുന്നത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാത്തിലും ഉണ്ട് ഇങ്ങനെ ട്രെയിൻ പോകുന്നത്, അല്ലെങ്കിൽ ജൈൻ വീല്, അല്ലെങ്കിൽ സ്കീയിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മേളിലൂടെ ഇങ്ങനെ ചെറിയൊരു ഹെലികോപ്റ്റർ പോകുന്നത്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിലും ഭയങ്കര ക്രിയേറ്റീവായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആകെയുള്ളൊരു വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണത്തെ ക്രിസ്തുമസൊക്കെ നമ്മുടെ കൊറോണ കൊണ്ടുപോയി. ശരിക്കും ക്രിസ്തുമസ് ടൈമിൽ ഈ മിലാൻ കത്തീഡ്രലിൻ്റെ 7 അയൽവക്കത്തേക്ക് പോലും നമുക്ക് എത്താൻ സാധിക്കാറില്ലെന്ന്. ഭയങ്കര ആൾത്തിരക്കും ബഹളങ്ങളും ആഘോഷങ്ങളും കൺസേർട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ അതൊന്നും ഇല്ല, അധികം ആൾക്കാരൊന്നും ഇല്ല. അതുപോലെ വഴി നീളെ ഇതുപോലെ ഇങ്ങനെ ലൈറ്റൊക്കെ ചെയ്യും. ഓരോ റോഡിനും ഓരോ തീമിലൊക്കെയാണ് ലൈറ്റ് ചെയ്യുന്നത്. അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ കടകളിലേക്കൊന്നും നോക്കാൻ വേണ്ട, ഒരു ചുവപ്പ്, പച്ച, വെള്ള, അങ്ങനെ ക്രിസ്തുമസ് തീമിലാണ് കടകളും എല്ലാം ഒരുക്കി വെച്ച്. അങ്ങനെ ഒരു ക്രിസ്തുമസ് കൂടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇറ്റലിയിലെ ക്രിസ്തുമസ് വിശേഷങ്ങൾ. ഇവിടെ തീരുന്നില്ല, ഞങ്ങളുടെ ക്രിസ്തുമസ് ആഘോഷങ്ങളൊക്കെ പിന്നാലെ വരുന്നുണ്ട്. മഞ്ഞുള്ളൊരു ഫീല് വരൂലേ. അപ്പോൾ 2020 നമുക്ക് അത്ര നല്ലൊരു വർഷമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. 2021 ഈ കൊറോണയൊക്കെ മാറി നല്ലൊരു പുതുവർഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ഒരേപോലെ ആശംസിക്കുകയാണ്. അപ്പോൾ വിഷ് യു മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പതിവ് പോലെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ FBയിലും ഇൻസ്റ്റയിലും ഫോളോ കൂടെ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും കമൻസ് വഴിയൊക്കെ ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യാം. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളുക. നമ്മളതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നതാണ്, എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വ്ളോഗുമായി. ബൈ.